സ്വാലിഹിനെ കണ്ടെത്താൻ ഒരുപാട് വഴിയുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് ഒരാൾ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയാണെങ്കിൽ അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം അയാൾ സ്വാലിഹാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടവരാരാണ്? ശൈഖുനാ ശംസുൽ ഉലമാ സുബ്ഹിയുടെ ഭാഗ്യന് ഇജാബത്ത് നൽകിയിട്ട് അതിന്റെ അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വിട പറഞ്ഞവരാണ് ശംസുൽ ഉലമ എങ്കിലോ ആ ശംസുൽ ഉലമ സ്വാലിഹാണ്. അതുപോലെ മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ദിക്ർ ചൊല്ലുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന് ക്ഷീണം വരുന്നു, അവിടെ കിടക്കുന്നു, സക്കറാത്തിന്റെ ഹാലിലാണ്, മരണാസന്നനായി കിടക്കുകയാണ്. കൂടെയുള്ളവർ യാസീൻ ഓതാൻ തുടങ്ങി. ഇന്ന സ്വഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ വാക്കത്തിനോടുകൂടി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുകയാണ്. അഥവാ ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കോയക്കുട്ടി ഉസ്താദ് വിട പറയുകയാ. അതുപോലെ മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ സമ്മേളനത്തിൽ വന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ കണ്ണിറയെ കണ്ടുകൊണ്ടു ബഹുമാനപ്പെട്ടവർ സ്റ്റേജിൽ നിന്നിറങ്ങുന്നു, ആംബുലൻസിലേക്ക് കയറുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനിടയിൽ ബഹുമാനപ്പെട്ടവരതായി ലോകത്തോട് വിട പറയുകയാണ്. ഉറക്ക ചൊല്ലുന്നു ഒന്നിലധികം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടവരാണ് ആ മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളെങ്കിലും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച സമസ്തയുടെ ആലിമീങ്ങളുടെ പിന്നാലെയല്ലാതെ പിന്നെ ആരുടെ പിന്നാലെയാ നമ്മൾ കൂടേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ പിന്നാലെ നമ്മൾ കൂടണം. അവര് പിടിച്ച കൊടി പിടിക്കണം. നമ്മള് SKSSFന്റെ പുതിയ മെമ്പർമാരൊക്കെ വരികയാണ്. ശാഖകൾ തോറും SKSSFന്റെ ശാഖകൾ തോറും ഓരോ പുതിയ കമ്മിറ്റി വരുന്നു, പുതിയ ആളുകൾ വരുന്നു. എന്റെ പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകരെ ആവേശത്തോടെ, വളരെ ആവേശത്തോടെ, വലിയ താല്പര്യത്തോടെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം.